സന്ദീപ് വാര്യർ അറസ്റ്റിലായത് അറിഞ്ഞിരുന്നായിരിക്കുമല്ലോ. അതായത് ഈ സ്വാമിയെ അയ്യപ്പ ശരണം എന്നൊക്കെ, ശരണം അയ്യപ്പ എന്നൊക്കെ പറഞ്ഞ്, അതായത് മുദ്രാവാക്യമൊക്കെ വിളിച്ച് റോഡിൽ ഇങ്ങനെ കശത്തിനിടയിൽ കശമൊക്കെ കയറ്റി വെച്ച് കോൺഗ്രസ്സുകാരുടെ കൂടെ അറസ്റ്റിലാകണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. രക്തസാക്ഷിത്വം വഹിക്കുക, അതുവഴി വോട്ട് ബാങ്കിനെ കോൺഗ്രസിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പക്ഷേ കൂടെയുള്ളവരെല്ലാം തന്നെ കോൺഗ്രസ് ഇറക്കി. അപ്പോൾ ആശാൻ മാത്രം ആരും വന്നില്ല ഇറക്കാൻ. അങ്ങനെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ യമനെ ആരും വന്നില്ല ഇറക്കാനായിട്ട്. അപ്പോൾ പോലീസ് നീ ഉണ്ടായിരുന്ന അവിടെ ജയിലിടിഞ്ഞാലും നീ ഇറങ്ങാൻ പോകണില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടി ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്, കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്, അത് സന്ദീപ് ഒരാൾ അകത്ത് കിടക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഈ ഇലക്ഷൻ വരുന്നവരെ, കാരണം ഒരാളായി അകത്തുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ ഇപ്പോഴും ജയിലിലാണെന്നൊക്കെ പറയുമല്ലോ, അല്ല അത് വേറെ ആരെങ്കിലും പോരെ, ഞാൻ തന്നെ വേണം. സന്ദീപാണ് അതിന് യോഗ്യനായിട്ടൊരാൾ. സന്ദീപ് ഒരു BJP കാരനും കൂടെ ആയിരുന്നല്ലോ മുമ്പ്. അയ്യപ്പ സമാജത്തിൽ വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് സന്ദീപ് കിടക്കുമ്പോഴേ ഒരു വിശ്വാസ്യത വരുള്ളൂ, ആളുകൾക്കൊരു വിശ്വാസ്യത വരുള്ളൂ. അതുകൊണ്ട് സന്ദീപ് അകത്ത് കിടന്നാൽ മതി എന്ന് പറഞ്ഞു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് കേൾക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇത്രയും ഗതികെട്ടവൻ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. ഈ അടുത്ത് BJP-യിൽ കസേര കൊടുക്കാത്തത് കൊണ്ടാണ് അവിടെ നിറങ്ങി കോൺഗ്രസിലേക്ക് വന്നത്. ഈ അടുത്ത കാലത്ത് കോൺഗ്രസും കസേര കൊടുത്തില്ല. ഒരു ചെന്നിത്തലയെ പങ്കെടുത്ത ഒരു വേദിയിൽ പിന്നെ സന്ദീപ് വാര്യരുടെ സംഘത്തിന് ഇരിക്കാൻ സീറ്റില്ല. അവസാനം ഒറ്റ വരിയില്ലേ പരിപാടി അവസാനിച്ചു, നിൽക്കുന്നവരും ഇരിക്കുന്നവരും ഒക്കെ പൊക്കോ എന്ന് പറഞ്ഞ് ചെന്നിത്തല പരിപാടി അവസാനിപ്പിച്ചു. അപ്പൊ ഈ എന്ന് വെച്ചാൽ നമ്മളൊരു പഴമ്പഴി ഉണ്ടല്ലോ, ഉത്തരത്തിൽ നിന്ന് എടുക്കാനും പറ്റിയില്ല, കക്ഷത്തിൽ നിന്ന് പോവുകയും ചെയ്തെന്ന് പറയും പോലെയാണ് സന്ദീപ് വാര്യരുടെ അവസ്ഥ. ഇപ്പോൾ സന്ദീപ് വാര്യർ പറയണം, നിക്കട നാറികളെ എന്നെയും കൂടെ കൊണ്ടുപോടാ എന്നുള്ള പറയേണ്ട ഒരു അവസ്ഥയില്ല. സംഭവം ഈ പിന്നെ പത്തനംതിട്ട ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ദേവസ്വം ബോർഡ് പത്തനംതിട്ട ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ഒരു മാർച്ച് നടത്തി. മാർച്ചിലെ സംഘർഷത്തെ തുടർന്ന് അറസ്റ്റിലായ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർക്ക് ജാമ്യമില്ല. കാരണം ഇത്രയും കാലം പ്രവർത്തിച്ച ആളുകളെയൊക്കെ പുറത്തിറക്കാൻ അവർ ശ്രമിക്കുമ്പോൾ ഇന്നലെ BJP-ന്ന് വന്ന് കയറിയവന് എത്രത്തോളം സ്ഥാനം ഉണ്ടെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ ജാമ്യാപേക്ഷ പത്തനംതിട്ട CJM കോടതി തള്ളി. കോടതിക്ക് പോലും മനസ്സിലായി ഇവന് ജാമ്യം കൊടുക്കാൻ പാടില്ല, വേണ്ട. കേസിൽ സന്ദീപ് വാര്യർ ഉൾപ്പെടെ 17 കോൺഗ്രസ് പ്രവർത്തകർ കൊട്ടാരക്കര സബ് ജയിലിലാണ്. സന്ദീപ് വാര്യർക്ക് പുറമെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, അങ്ങനെ 14 യുവാക്കളും 3 വനിതാ പ്രവർത്തകരുമാണ് ജയിലിലുള്ളത്. ജയിലിലായ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ട MLA സന്ദർശിച്ചു. ജയിലിൽ എങ്ങനെയുണ്ട്, അടുത്ത സമയം തന്നെ ഞാനും വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ജയിലിനകത്തൊക്കെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്, ഈ അടികൊണ്ട് വരുന്നവരുടെയും പെണ്ണ് കേസിൽ വരുന്നവരുടെയും അവസ്ഥ എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ള ഒരു സന്ദർശനം രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുണ്ട്. നടത്തിയ സമയത്ത് നമ്മുടെ എന്താണ് സന്ദീപ് വാര്യർ ചോദിച്ചത്രേ എന്നെ പുറത്തിറക്കുന്ന കാര്യം. അപ്പൊ ഇങ്ങനെ ചോദിച്ചു, നീ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടൊന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തൽക്കാലം അകത്ത് തന്നെ കിടക്കും. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലല്ലോ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ. ഇപ്പൊ സ്വർണ്ണപ്പാളി വിഷയത്തില് മറ്റേ മാധ്യമത്തിൽ വന്നിരുന്നേ, പിന്നെ ഘോരം പ്രസംഗിക്കാൻ പറ്റും ഈ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇങ്ങനെ പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ പഴയ വീഡിയോ കുത്തിപ്പൊട്ടിക്കുക ആളുകളിടും. BJP-യിലുള്ള പണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇത്രയും നല്ലൊരു മനുഷ്യൻ, ഇങ്ങേരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകേണ്ടത്, ഇങ്ങേരെ പോലെ കഴിവുള്ള ഒരു മനുഷ്യൻ, ഇന്ത്യയെക്കുറിച്ച് അങ്ങേര് പറയുന്ന കേട്ടാൽ, ദീർഘവീക്ഷണത്തോടെയുള്ള അങ്ങേരുടെ സംസാരമൊക്കെ കേട്ടാൽ കുളിര് കോരി പറഞ്ഞ് നാവ് വായിലിടുമ്പോ മറ്റവന്മാര് പൊക്കി ഇത്ര ഒരു ചെറ്റ ഇവൻ എങ്ങനെ പ്രതിപക്ഷ നേതാവായെന്ന് പണ്ട് പറഞ്ഞത്. മോദിയുടെ മുമ്പിൽ നിൽക്കാൻ ഇവന് യോഗ്യതയുണ്ടോ? 55 വയസ്സായാലും യുവത്വോ എന്ന് പറഞ്ഞ് നിൽക്കും. മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. ഇല്ല, പിണറായി വിജയനെ പോലെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ ഒരു വീഡിയോ ഇട്ടില്ലേ, ഒരു ഉളുപ്പ് നാണം ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത്. നാണമുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി രാജിവെച്ച് പോകണം. പിണറായിക്ക് തന്നെ കൗണ്ടർ അടിച്ച് നേരത്തെ വെച്ചിരുന്നു. അപ്പൊ അതുപോലെ സന്ദീപ് വാര്യർക്കുള്ളത് വേറെ ആരും പറയണ്ട. അതുകൊണ്ട് ഏതെങ്കിലും BJP-ക്കാർ സന്ദീപ് പറയണേന് പിന്നെ മറുപടി പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ടോ? സന്ദീപിന്റെ അടുത്ത് ഒരു കോൺഗ്രസ് നിർദ്ദേശം കൊടുക്കണം. ഇനി ഇപ്പോ BJP-യുടെ പുതിയ പ്രസ്താവനകൾക്കൊന്നും മറുപടി കൊടുക്കണ്ട. പണ്ട് സന്ദീപ് തന്നെ പറഞ്ഞ കുറെ പ്രസ്താവനകൾ, ഒരു റൂമിനകത്ത് TV ഇട്ട് കൊടുത്തിട്ട് അതിലിരുന്ന് മറുപടി പറയാൻ പറയണം ആ പഴയതിനോട്. കാരണം
പണ്ട് ഇന്ദിരാഗാന്ധിയെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയെ, ഇറ്റലി മദാമ എന്നൊക്കെ വിളിച്ച് സോണിയാഗാന്ധിയെ കുറ്റം. ഇപ്പോ സോണിയാഗാന്ധി ദൈവം സോണിയ, എന്റെ അമ്മ, ഇറ്റലി അമ്മ സോണിയ, ഇങ്ങനെയൊക്കെയാണ് എവിടെ കിടന്ന് ജയിലിൽ കിടന്ന് വിളിക്കണേ ഇറ്റലി. അപ്പൊ അവന്മാര് ഉടനെ മറ്റവന്മാര് പഴയ വീഡിയോ കുത്തി, നീയല്ലേടാ ഇറ്റലി ബദാമ, ഇവിടെ ഇന്ത്യയിൽ എന്താ കാര്യം ഇറ്റലി ബദാമയ്ക്കെന്ന് പറഞ്ഞ നീയല്ലേടാ. അങ്ങനെ സന്ദീപ് വാര്യരുടെ അവസ്ഥയെന്ന് പറഞ്ഞാ ഇതുപോലൊരു നാണം കെട്ട ഒരവസ്ഥ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയിരുന്നെങ്കിലും ഇത്രയും നാണക്കേട് ഉണ്ടാവില്ലായിരുന്നു. എന്നുവെച്ചാ ഞാനിവിടെ ഉണ്ട്, BJP കാരെ അറിയിക്കുകയാണ് ഞാനിവിടെ ഈ അടുത്ത കാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച സന്ദീപ് വാര്യരുടെ ഒരു ഫോട്ടോ ഉണ്ട്. പാലക്കാട് BJPയുടെ ഓഫീസിന്റെ പുറത്ത് സന്ദീപ് വാര്യർ ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടിരിക്കണേ. എനിക്കാരെയും പേടിയില്ലടാ, എന്നെ വേണമെങ്കിൽ എന്ത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കാവൽ കഴിഞ്ഞെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞെങ്കിൽ BJP ഓഫീസ് കാത്തേക്ക് വീട്ടിൽ പോടാന്നും പറഞ്ഞിട്ട് എന്റെ അമ്മ അതിന്റെ താഴെ കോൺഗ്രസിന്റെ ഓഫീസ് കാത്തിട്ട് വീട്ടിൽ പോവാ. ഇങ്ങേർക്ക് വേറെ ജോലിയില്ല. ഇങ്ങേര് ഈ ഇലക്ഷൻ വരുമ്പോ 2026 ഇലക്ഷനിൽ എവിടെയെങ്കിലും സ്ഥാനം കിട്ടും. ഇടയ്ക്ക് കശ്മീരൊക്കെ പിന്നെ കശ്മീരിന് എവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞു. ഞങ്ങൾ പകൽകാല സമയത്ത് ഇതിലോട്ട് കയറിയല്ല, കോൺഗ്രസിലോട്ട് കയറിയല്ല, കശ്മീർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ അതിനെ കുറിച്ച് പറയാനും പറ്റൂല, കാരണം അപ്പൊ അവന്മാര് കുത്തിപ്പൊക്കും. ഈ സൈബർ ഇടങ്ങളിൽ ഇയാളെ മിണ്ടി കഴിയുമ്പോ മിണ്ടി വാ അടച്ച് മറ്റേ മൈക്കൂരി അവിടെ നിന്ന് ചന്തി പൊക്കുമ്പോ യുവമാരെടുത്തിടും. ഇന്ത്യയുടെ കൊടിയുടെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ സല്യൂട്ട് അടിച്ച് കുറേ നേരം നിൽക്കുന്നുണ്ട്. അപ്പം ഞാനത് നോക്കി ഇങ്ങനെ കുറേ നേരം സല്യൂട്ട് അടിച്ച് കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മനസ്സിലായി ഉള്ളിൽ മാപ്പ് പറയുകയാണ്. ഞാൻ പറയുന്നത് ഇത്രയും BJPയെ സ്നേഹിക്കുന്ന ഒരു നേതാവ് കേരളം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ. അത്രമാത്രം അങ്ങേര് BJPയെ സ്നേഹിക്കുന്നുണ്ട് എല്ലാ. കാരണം ഈ BJP നന്നാവാൻ വേണ്ടി ഇങ്ങേര് ഈ ഫേസ്ബുക്കിലിട്ട പോസ്റ്റുകളുടെ ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് സതീശനൊക്കെ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയുമല്ലോ. നമുക്ക് സന്ദീപ് വാര്യറിനെ പൊക്കിക്കൊണ്ടിരുന്നത് നേരത്തെ ആദ്യം തന്നെ അങ്ങ് മുസ്ലിം ലീഗിൻ്റെ അകത്ത് കയറിപ്പോയി. പിന്നെ അവിടെ നിന്ന് മറ്റേ ഷെയ്ക്കിന് മറ്റേ അറബിയിൽ ഇതൊക്കെ വെച്ച് കുറേ GCC രാജ്യങ്ങളൊക്കെ ചുറ്റി വന്നു. അപ്പോൾ നമ്മളെ കൂടെ ചേർന്നു ചുമ്മാ എങ്ങനെ മനസ്സുകൊണ്ട് ഇപ്പോഴും പഴയ BJP-കാരൻ തന്നെ ആക്കാം. അതുകൊണ്ട് BJP-യിൽ ഇദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ കറക്കമൊന്നും നടന്നിട്ടില്ല. ഇല്ല അന്ന് കറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് BJP-ന്ന് ചാടിയത്. പല കറക്കങ്ങളും BJP-ക്കാര് പല കറക്കങ്ങളും അല്ല അങ്ങനെ സമയം കിട്ടിയില്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ BJP-യിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് ചെയ്തു തീർക്കാനുണ്ടല്ലോ. കാരണം പല പിന്നെ ജില്ലകളുടെയൊക്കെ നേതൃത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ജില്ലകളിലൊക്കെ പോയി ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് സമയമെടുത്ത് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഇടയ്ക്ക് പഴയതുപോലെ അവിടെ പണിയൊക്കെ ശരി. ഈ പിന്നെ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ പോകുന്ന പാവ തൊഴിലാളികളില്ലേ, അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ ഈ ടൈൽസ് ഒക്കെ ഇടാൻ പോകുന്ന തൊഴിലാളികളോട് ചോദിക്കും, എന്താണ് മറ്റേ കോൺട്രാക്ടിൻ്റെ കൂടെ ഇപ്പൊ പോവാത്തത്? അവിടെ പണിയൊന്നുമില്ല, അങ്ങേർക്ക് ഇപ്പൊ പണിയൊന്നും എടുക്കണില്ല, വലിയ പണിയൊന്നും. അതുകൊണ്ട് ഇങ്ങേർക്കാണെങ്കിൽ ഡെയിലി പണിയുണ്ട്. ഡെയിലി പണി എന്തൊരു പോലീസുകാരെ തടികൊള്ളുക, ജയിലിൽ കിടക്കുക, അല്ലെങ്കിൽ DYFI-ക്കാരെ തടികൊള്ളുക, ജയിലിൽ കിടക്കുക. ഇത് ഡെയിലി ഇവിടെ പണിയുണ്ട്. അവിടെ അവന്മാർക്ക് പണിയില്ലല്ലോ. അവന്മാര് കേരളത്തില് പച്ച പിടിക്കത്തുമില്ല, കേരളത്തില് പച്ച പിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യത്തുമില്ല. അവർക്ക് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ എന്താ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വീമ്പിളക്കി ഇരിക്കണേ. ഇതാണ് BJP. ഇവന്മാർക്കാണെങ്കിൽ പിന്നെ 2 അടി കൊള്ളണ പരിപാടിയെങ്കിലും ഉണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് 4 അടിയെങ്കിലും കൊള്ളാലോ എന്നാണ്. ഇപ്പോൾ പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം പ്രഹസനമായിരുന്നു എന്നാണ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് നിതിൻ ശിവ പ്രതികരിച്ചത്. പ്രഹസനമായിരുന്നു. ഇതെല്ലാം പ്രഹസനമാണോ സജി എന്ന് ചോദിക്കുമ്പോൾ അല്ലെ. ശബരിമലയുടെ പേരിൽ മുതലെടുക്കാനാണ് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിച്ചത്. എവിടെ ചെന്നാലും 4 ആളെ കൊണ്ട് പറയിപ്പിക്കല്. എന്തു നല്ല മനുഷ്യനാണ് സന്ദീപ് വാര്യർ. കോൺഗ്രസിൽ പോയതുകൊണ്ട് എന്തേ ചീത്ത എന്നുള്ളതല്ല, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം. അത് നമ്മളാരും ഏത് പാർട്ടി ചേരണം എവിടെ ചേരണം അവിടെയാണ് പ്രശ്നം. ഇദ്ദേഹത്തിന് കോൺഗ്രസിലോ CPM-ലോ എവിടെ വേണമെങ്കിലും പോകും. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. ഇപ്പൊ എത്രയോ RSS-കാർ ഇപ്പൊ CPM ആയിട്ട് നടക്കുന്നുണ്ട്, എത്രയോ CPM-മാർ ഇപ്പൊ RSS-കാർ BJP-ക്കാരുമായിട്ട്, അതുപോലെ കോൺഗ്രസിലുള്ളവരൊക്കെ. അപ്പോൾ അതിൽ സ്ഥാനമാനം പണ്ടത്തെ പോലെ അല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനസേവനമല്ല. ഇപ്പൊ സ്ഥാനമാനങ്ങളും പണവുമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് അതെവിടെ കിട്ടുന്ന അവിടേക്ക് ആളുകൾ പോവും. അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ കരുണാകരൻ്റെ മകൾ BJP-യിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്?
പിന്നെ BJP വന്നിട്ട് ഇപ്പോൾ അങ്ങ് കേരളത്തെ ഉദ്ധരിച്ച് കളയാന്ന്, കേരളത്തിലെ ജനങ്ങളെ നന്നാക്കി കളയാന്ന് പറഞ്ഞു കൊണ്ടിട്ടില്ല. കോൺഗ്രസ്സിൽ അവർക്ക് ഇറക്കിക്കുന്ന സ്ഥാനം കിട്ടിയില്ല, BJP അത് കൊടുക്കാന്ന് പറഞ്ഞ് അവരെ വിളിച്ച് കയറ്റി, അതുകൊണ്ട് അവരെ കയ്യിൽ നിന്ന് സ്വീകരിച്ചിട്ട് പോന്നു. അവർ പോന്നപ്പോൾ അവർ മാന്യമായിട്ട് കോൺഗ്രസിനെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. സ്ത്രീകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം കോൺഗ്രസ് കൊടുക്കുന്നില്ല. ഇത് മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് ഇതിവിടെ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ്. ഇയാൾ ആ നാവ് കൊണ്ട് ഒരു 10,000 തവണ അല്ലെങ്കിൽ 1,00,000 തവണ നരേന്ദ്രമോദിയെ കുറിച്ച് നല്ലത് പറഞ്ഞവനാണ്. നാളെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇയാൾ പറയാൻ മടിക്കില്ല എന്നുള്ളത് കോൺഗ്രസ്സുകാർ ഓർത്താൽ നന്ദി.